പ്രിയമുള്ള മുഅ്മിനുകളെ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ മാസമാണ് ഈ മാസം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്മരണകൾ അയവിറക്കുന്ന നൂറുൽ അബ്സ്വാർ എന്ന കിതാബിലെ ഫസ്ലുൻ ഫീ ദിക്രി മനാഖിബി സയ്യിദിന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇന്നുള്ള അധ്യായത്തിലെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ പ്രാവശ്യം നാം വായിച്ചു വെച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിന്റെ ബാക്കി ഭാഗം ഒരൽപ്പം വായിക്കുവാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു വെച്ചതിന്റെ പ്രസക്തമായ ചില ഭാഗങ്ങൾ ഒരു സംക്ഷിപ്തമായി നമ്മുടെ ഓർമ്മയിൽ ഒന്നുകൂടി ഇട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി ഭാഗങ്ങൾ വായിക്കാം. ബഹുമാനപ്പെട്ട സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന പേര് അബ്ദുൽ കഅബ എന്നായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അങ്ങനെ അബ്ദുള്ള എന്നുള്ള പേര് ബഹുമാനപ്പെട്ടവർക്ക് നൽകിയത്. ബഹുമാനപ്പെട്ടവരുടെ പിതാവ് അബൂ ഖുഹാഫ ഉസ്മാൻ, മാതാവ് ഉമ്മുൽ ഖൈർ സൽമ ബിൻത് സുഹർ. ബഹുമാനപ്പെട്ടവർക്ക് അതീഖ് അഥവാ മോചിതൻ എന്ന ഒരു നാമമുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെക്കുള്ള നോക്കിയിട്ട് ഹാദാ അതീഖു മിനൻ നാർ, ഇദ്ദേഹം നരകമോചിതനാണ് എന്ന് പറയുകയുണ്ടായി. ഈ കാരണത്താലാണ് ലഭിച്ചത്. അതുപോലെ തന്നെ സിദ്ദീഖ് എന്ന മറ്റൊരു നാമം ബഹുമാനപ്പെട്ടവർക്കുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ മിഅ്റാജ് വാർത്ത സത്യനിഷേധികൾ നിഷേധിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതറിഞ്ഞപ്പോൾ പെട്ടെന്ന് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അവർ അതേ എന്ന് മറുപടി പറഞ്ഞപ്പോൾ എങ്കിൽ സ്വദ്ദഖതുഹു, ഞാൻ ആ നബിയെ വാസ്തവമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വിശ്വസിച്ചു കളഞ്ഞ അതിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ടവർക്ക് സിദ്ദീഖ്, വാസ്തവമാക്കിയവൻ എന്ന് അർത്ഥം വരുന്ന പേര് ലഭിച്ചത്. ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ 2 വയസ്സ് ഇളയതാണ്. ഇസ്ലാമിലായിക്കൊണ്ട് 26 വർഷം വരെ അദ്ദേഹം ജീവിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, പുരുഷന്മാരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ആദ്യമായി ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് വിശ്വസിച്ചത്. ഇത്രയും ഭാഗങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം നാം വായിച്ചു വെച്ചത്. ഇന്ന് അതിന്റെ ബാക്കി ഭാഗമാണ് വായിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചതുപോലെ ഒരു ചരിത്രത്തിന്റെ ആകത്തുക പറയുകയല്ല, ബഹുമാനപ്പെട്ടവരുടെ മാസങ്ങളിൽ ഓരോ ദിവസങ്ങളിലും അദ്ദേഹത്തെ സംബന്ധിച്ച് വന്ന മനാഖിബിന്റെ ഭാഗം നൂറുൽ അബ്സ്വാർ എന്നുള്ള കിതാബ് ആധാരമാക്കി വായിച്ച് ചെറിയൊരു വിശദീകരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് ഒന്നുകൂടി അറിയിക്കുകയാണ്. قال في عمدة التحقيق رأيت في بعض الكتب أن أبا بكر رضي الله تعالى عنه لما كان تاجرا في زمن الجاهلية كان سبب إسلامه أنه رأى يوما في منامه وهو بالشام. عمدة التحقيق പറയുന്നു, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു വലിയ കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം അദ്ദേഹം ഷാമിൽ വെച്ചുകൊണ്ട് ഒരു സ്വപ്നം കണ്ടതാണ്. എന്തായിരുന്നു സ്വപ്നം?
അന്ന ഷംസ വൽ ഖമറ നസല ഫി ഹിജ്രിഹി, തീർച്ചയായും സൂര്യനും ചന്ദ്രനും തന്റെ മടിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു രംഗമാണ് അദ്ദേഹം കാണുന്നത്. സുമ്മ അഖദഹുമാ ബിയദിഹി വളമ്മഹുമാ ഇലാ സദ്രിഹി, പിന്നെ അദ്ദേഹം സൂര്യനെയും ചന്ദ്രനെയും അഥവാ തന്റെ മടിയിലേക്ക് ഇറങ്ങി വന്ന സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചു തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. വ അസ്ബല അലൈഹിമാ റിദാഅഹു, എന്നിട്ട് അതിന്റെ മുകളിൽ തന്റെ തട്ടം കൊണ്ട് മൂടുകയും ചെയ്തു, തട്ടം താഴ്ത്തിയിട്ടു. ഇതാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. ഫന്തബഹ, അദ്ദേഹം പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ചിന്തയാണ്. വദഹബ ഇലാ റാഹിബിൻ നസ്വാറ യസ്അലുഹു അനിർ റുഅയ, ബഹുമാനപ്പെട്ടവർ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ് എന്നുള്ള അന്വേഷണവുമായിട്ട് ഒരു നസാറ, ഒരു ക്രിസ്തീയ പുരോഹിതനെ സമീപിച്ചു. ഫഹലറ ഇൻദ റാഹിബി, അങ്ങനെ ആ ക്രിസ്തീയ പുരോഹിതന്റെ അടുക്കൽ ചെന്നുകൊണ്ട് വസഅലഹു അനിർ റുഅയ, കണ്ടതായ സ്വപ്നത്തെ വിശദീകരിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനൊരു സ്വപ്നം ഞാൻ കണ്ടിരിക്കുന്നു, ഇതിന്റെ വ്യാഖ്യാനം എന്താണ്? വതലബ മിൻഹു അത്തഅബിറ, വ്യാഖ്യാനം അന്വേഷിച്ചു. ഫഖാല റാഹിബു, അപ്പോൾ പുരോഹിതൻ പറഞ്ഞു, മിൻ ഐന അന്ത, പുരോഹിതൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, മിൻ ഐന അന്ത, നീ എവിടെ നിന്നാണ്? ഖാല മിൻ മക്ക, ഞാൻ മക്കയിൽ നിന്നാണ്. ഖാല, പുരോഹിതൻ ചോദിച്ചു, വമിൻ അയ്യ ഖബീല, ഏത് ഖബീലയിൽ നിന്നാണ്? ഖാല മിൻ ബനി തമീം, ഞാൻ ബനു തമീമിൽ നിന്നാണ്. ഖാല വമാ ശഅനുക, എന്താണ് എന്റെ കാര്യം? എന്തിനാണ് വന്നത്? എന്താണ് പ്രശ്നം? എന്താണ് ജോലി? ഖാല അത്തിജാറ, കച്ചവടമാണ്, ഞാനൊരു കച്ചവടക്കാരനാണ് എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഖാല ലഹു, ആ പുരോഹിതൻ അദ്ദേഹത്തോട് പറഞ്ഞു, യഖ്റുജു ഫീ സമാനിക റജുലുൻ യുഖാലു ലഹു മുഹമ്മദ് അൽ അമീൻ. ശബ്ദം കേൾക്കുന്നുണ്ടോ? അതോ DC ആയിട്ടുണ്ടോ? ആരെങ്കിലും ഒരു യെസ്സോ? അൽഹംദുലില്ലാഹ്, ജസാക്കല്ലാഹ്. ആരും ഒരു യെസ്സോ ഒന്നും അറിയിക്കാതിരിക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നത് DC ആയെന്ന് സംശയം വരും, അതുകൊണ്ട് ചോദിച്ചതാണ്. പുതിയ ആളുകൾ തോന്നുന്നു. മനാത്തബു സയ്യിദിന അബീബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ് വിഷയം. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ കാരണത്തെ സംബന്ധിച്ചാണ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഈ പുരോഹിതൻ അദ്ദേഹത്തോട് ഇതിന്റെ ശേഷം ചോദിക്കുകയാണ്, പറയുകയാണ്, യഖ്റുജു ഫീ സമാനിക റജുലുൻ യുഖാലു ലഹു മുഹമ്മദുൽ അമീൻ, അഥവാ ബഹുമാനപ്പെട്ടവർ കണ്ടതായ സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നു. നിന്റെ കാലത്ത് ഒരു വ്യക്തി, ഒരു പുരുഷൻ വരുന്നതാണ്, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. തത്ബഅഹു, ആ വ്യക്തിയെ നീ പിൻപറ്റുന്നതാണ്. വയകൂനു മിൻ ഖബീലത്തി ബനി ഹാഷിം, അദ്ദേഹം ബനു ഹാഷിം ഗോത്രത്തിൽപ്പെട്ടവനായിരിക്കും. വഹുവ നബിയു ആഖിർ സമാൻ, അദ്ദേഹം കാലത്തിന്റെ അവസാനത്തെ നബിയായിരിക്കും. ലൗലാഹു മാ ഖലഖല്ലാഹു സമാവാതി വൽ അർളീൻ വമാ യകൂനു ഫീഹിമ, ആ നബി, ആ പുരുഷനെങ്ങാനും ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെയും ഭൂമികളെയും അതിലുള്ള സർവ ചരാചരങ്ങളെയും ഒരിക്കലും സൃഷ്ടിക്കുമായിരുന്നില്ല. വമാ ഖലഖ ആദമ വമാ ഖലഖൽ അംബിയാ വൽ മുർസലീൻ എന്ന് മാത്രമല്ല, ആദം നബി അലൈഹിസ്സലാമിനെയും മറ്റു ഒരു നബിമാരെയും ഒരു പ്രവാചകന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുമായിരുന്നില്ല. ആ വ്യക്തിയുടെ വരവ് ഇവിടെ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ. വഹുവ സയ്യിദുൽ അംബിയാഇ വ ഖാതിമുൽ മുർസലീൻ, അദ്ദേഹം നബിമാരുടെ നേതാവാണ്,
എല്ലാ പ്രവാചകരിൽ വെച്ചും അവസാനത്തെ പ്രവാചകരാണ്, അന്ത്യപ്രവാചകരാണ്. അന്ത തദ്ഖുലു ഫീ ദീനിഹി. സിദ്ദീഖ് എന്നവരോട് ഈ പുരോഹിതൻ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുന്നു. അന്ത തദ്ഖുലു ഫീ ദീനിഹി, ആ വ്യക്തിയുടെ ദീനിൽ നീ പ്രവേശിക്കുന്നതാണ്, ആ വ്യക്തിയുടെ മതം നീ വിശ്വസിക്കുന്നതാണ്. ആയില്ല വതകൂനു വസീറഹു വഖലീഫതഹു മിൻ ബഅദിഹി, ആ വ്യക്തിയുടെ വഫാത്തിന്റെ ശേഷം അദ്ദേഹത്തിന്റെ മന്ത്രിയും ഖലീഫയും നീ ആയിരിക്കുന്നതാണ്. സിദ്ദീഖ് എന്നവരോട് റാഹിബ് വിശദീകരിച്ചു കൊടുക്കുകയാണ്. വഖദ് വജദ്തു നഅതഹു വസിഫതഹു ഫിൽ ഇൻജീൽ വസ്സബൂർ. ഈ ക്രിസ്തീയ പുരോഹിതൻ പറയുന്നു, ആ വ്യക്തിയുടെ വിശേഷണങ്ങളും സ്തുതികീർത്തനങ്ങളുമൊക്കെ ഇഞ്ചിയിലും തൗറാത്തിലും നിന്നും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നി അസ്ലംതു വ ആമന്തു ബിഹി, മാത്രമല്ല ഞാൻ ആ വ്യക്തിയെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ ആ വ്യക്തിയെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, ആ വ്യക്തിയുടെ മതത്തിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നു, ഞാൻ അതിൽ ഒരു അംഗമായി മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നു, ചേർന്നിരിക്കുന്നു. പക്ഷേ വഖതംതു ഇസ്ലാമി ഖൗഫൻ മിനൻ നസാറ, ഞാൻ എന്റെ ഇസ്ലാമിനെ മറച്ചുവെച്ചത്, ഞാൻ മുസ്ലിമായി എന്നുള്ള വാർത്ത നിഗൂഢമാക്കി വെച്ചത് ഖൗഫൻ മിനൻ നസാറ, ക്രിസ്ത്യാനികളെ ഭയപ്പെട്ടുകൊണ്ടാണ്. ഖാല ഫലമ്മാ സമിഅ അബൂബക്കർ സിഫത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഖ ഖൽബുഹു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളെല്ലാം പറയുന്നത് കേട്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞുകൊടുക്കുകയും അതിന്റെ വ്യാഖ്യാനം പറഞ്ഞുകൊടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന ആ വസ്തുതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിശേഷണങ്ങളെല്ലാം കേട്ടപ്പോൾ റഖ ഖൽബുഹു, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം ലോലമായി. വസ്താഖ ഇലാ റുയതിഹി, എങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ കണ്ടുമുട്ടുക തന്നെ വേണം, അദ്ദേഹത്തെ കാണുക തന്നെ വേണം എന്നുള്ള അതിയായ ജിജ്ഞാസ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉടലെടുക്കുകയും ചെയ്തു. വഖദിമ മക്കത ഫവജദഹു ഫകാന യുഹിബ്ബുഹു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുവാനുള്ള, ഈ മഹൽ വ്യക്തിത്വത്തെ കാണുവാനുള്ള അന്വേഷണവുമായി മക്കയിലേക്ക് പുറപ്പെട്ടു. മക്കയിൽ എത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടി. ഫകാന യുഹിബ്ബുഹു, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിയായ താല്പര്യവും അതിയായ ഇഷ്ടവും തോന്നി. എന്ന് മാത്രമല്ല വലാ യസ്ബിറു സഅതൻ അൻ റുയതിഹി, ഒരൊറ്റ സമയം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതിരിക്കുവാനുള്ള ക്ഷമ അദ്ദേഹത്തിനുണ്ടായില്ല. എപ്പോഴും നബി തങ്ങളെ കാണണം, എപ്പോഴും ഈ വ്യക്തിയെ കാണണം, എപ്പോഴും ഈ വ്യക്തിത്വത്തിന്റെ സന്നിധിയിൽ ഉണ്ടാവണം എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിന് ഒരു നിർബന്ധം, ഒരു ശാഠ്യം. അദ്ദേഹത്തിന് ആ വ്യക്തിത്വത്തെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതിരിക്കുവാൻ ക്ഷമയുണ്ടായിരുന്നില്ല. ഫലമ്മാ ത്വാലൽ അംറു ഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ സദാസമയവും സന്നിഹിതനാവുകയും നബി തങ്ങളുടെ മുമ്പിൽ തന്നെ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബൂബക്കർ കുല്ല യൗമിൻ തജീഉ ഇലയ്യ വ തജ്ലിസു മഅി പക്ഷേ വലാ തുസ്ലിമു. അല്ല അബൂബക്കർ, നീ എല്ലാ ദിവസവും എന്റെ അടുക്കിലേക്ക് വരുന്നു, എല്ലാ ദിവസവും നീ എന്റെ അടുക്കിലേക്ക് വരുന്നു, എന്റെ സദസ്സിൽ പങ്കെടുക്കുന്നു, എന്റെ കൂടെ ഇരിക്കുന്നു, പക്ഷേ വലാ തുസ്ലിമു, എന്നിട്ടും നീ എന്താണ് മുസ്ലിം ആവാത്തത്? എന്നിട്ടും നീ എന്താണ് എന്നെ കൊണ്ട് വിശ്വസിക്കാത്തത്? ഫഖാല അബൂബക്കർ, അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു,
ഇൻ കുന്ത നബിയൻ ഫലാ ബുദ്ദ ലക മിൻ മുഅ്ജിസ. ഇൻ കുന്ത നബിയൻ ഫലാ ബുദ്ദ ലക മിൻ മുഅ്ജിസ. നീ ഒരു നബിയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ ഒരു നബിയാണ്, താങ്കൾ ഒരു നബിയാണ് എങ്കിൽ ഒരു അമാനുഷിക കഴിവ് താങ്കൾക്കുണ്ടാവണം, ഒരു അസാധാരണ കഴിവ് താങ്കൾക്കുണ്ടാവണം. നബിയാണ് എന്നതിന് തെളിവായ ഒരു ദൃഷ്ടാന്തം താങ്കളിൽ നിന്ന് ഉണ്ടായേ മതിയാവൂ എന്ന് പറഞ്ഞപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമാ യക്ഫീകൽ മുഅ്ജിസ അല്ലത്തി റഅയ്തഹാ ബിശ്ശാം. അല്ല, നിനക്ക് ഷാമിൽ വെച്ചുകൊണ്ട് നീ കണ്ട ഒരു സ്വപ്നം, വഅബ്ബറഹാ ലക റാഹിബ്, ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഒരു പുരോഹിതൻ നിനക്ക് വ്യാഖ്യാനിച്ചു തരികയും ചെയ്തു. അതുപോലെ അബൂബക്കറെ ഒരു അമാനുഷിക ദൃഷ്ടാന്തമായിട്ട് നിനക്ക് വിശ്വസിക്കാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഫലമ്മാ സമിഅ ദാലിക അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ ഖാല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പരിശുദ്ധമായ തൗഹീദ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തു തൗഹീദ് ചൊല്ലി അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് അംഗീകരിച്ചുകൊണ്ട് പരിശുദ്ധമായ കലിമത്തു തൗഹീദ് ചൊല്ലി സത്യസാക്ഷ്യം വഹിച്ചു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നത്, അഥവാ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരു മുഅ്ജിസത്ത് കണ്ടിട്ടാണ്, ഒരനുഭവം ഉണ്ടായിട്ടാണ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത് എന്നർത്ഥം. وأسلم على يده من العشرة سيدنا عثمان وطلحة والزبير وسعيد وعبد الرحمن بن عوف رضي الله تعالى عنه. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൈ മുഖേന ധാരാളം ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അശറത്തുൽ മുബശ്ശറിൽപ്പെട്ട, അഥവാ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ നിന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്നിവർ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ മുഖേന ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുടെ ഗണത്തിൽപ്പെട്ടതാണ്. ബൂയഅലഹു ഫി സഖീഫ, സഖീഫയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യപ്പെട്ടു. യൗമ വഫാത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ദിവസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ദിവസം സഖീഫയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യപ്പെട്ടു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഫാത്ത് സംഭവിച്ചപ്പോൾ അടുത്ത ഭരണാധികാരിയായി, ഖലീഫയായി ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. സഖീഫ എന്ന് പറഞ്ഞാൽ ബനൂ സായിദ ഗോത്രക്കാർ ഒത്തുചേരുന്ന അവരുടെ ഒരു പന്തൽ അല്ലെങ്കിൽ ഒരു സഭാഹാൾ, ഒരു ഓഡിറ്റോറിയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വിവിധ വിഷയങ്ങൾ അവിടെ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. അത് വലിയ ധാരാളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന, എന്ന് മാത്രമല്ല അതിന്റെ അകത്ത് അഥവാ ആളുകൾ നിറഞ്ഞു കവിഞ്ഞാൽ അതിന്റെ പുറത്ത് വിശാലമായ മുറ്റം ഉണ്ടായിരുന്നു. അവിടെയും ജനങ്ങൾക്കിരിക്കാൻ സൗകര്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ സഭാഹാൾ തന്നെയായിരുന്നു സഖീഫ എന്ന് പറയപ്പെടുന്ന ഈ പന്തൽ. ഏതായിരുന്നാലും അവിടെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യപ്പെട്ടു. ഹീന ദഹബ ഹുവ വഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇലാ സഖീഫത്തി ബനി സായിദ മിൻ അൻസാർ, അൻസാരിയിൽ നിന്നുള്ള ബനൂ സായിദയുടെ സഖീഫയിലേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയപ്പോൾ യതശാവറൂന ഫി അംറിൽ ഖിലാഫത്തി, ഖിലാഫത്തിന്റെ കാര്യത്തിൽ മുഷാവറ ചെയ്യുവാൻ വേണ്ടി, ചർച്ച ചെയ്യുവാൻ വേണ്ടി. അഥവാ ഇനി ആരാണ് ഖിലാഫത്ത് ഏറ്റെടുക്കേണ്ടത്, അഥവാ ഭരണം ഏറ്റെടുക്കേണ്ടത്, ആരെയാണ് ഇനി ഖലീഫയാക്കേണ്ടത്, പ്രതിനിധിയാക്കേണ്ടത്, ഭരണാധികാരി ആക്കേണ്ടത് എന്നുള്ള വിഷയം അവിടെ വെച്ചുകൊണ്ട് പരസ്പരം ചർച്ച ചെയ്യുവാൻ വേണ്ടി എങ്ങോട്ട് പോയി? സഖീഫയിലേക്ക് പോയി. ഫവഖഅ ബൈനഹും കലാമുൻ കസീർ. അപ്പോൾ അവിടെ ധാരാളം സംസാരങ്ങൾ നടന്നു, നല്ല ചൂടേറിയ ചർച്ച. ഹത്താ ഖാല ബഅദുൽ അൻസാർ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ഇനി ആരാണ് ഏറ്റവും ഉന്നതനായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ളത്, ആരെയാണ് ഖലീഫയാക്കേണ്ടത്, ഈ വിഷയത്തിലാണ് ചർച്ച. ചർച്ച ചൂടേറിയപ്പോൾ അൻസാരികളിൽപ്പെട്ട ചിലർ പറഞ്ഞു, മിന്ന അമീറുൻ ഓ മിൻകും അമീറുൻ യാ മാശറ ഖുറൈശ്, ഖുറൈശി സമൂഹമേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു അമീറും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു അമീറും ഇന്ന് വരെ ചില ആളുകൾ പറഞ്ഞുപോയി. വ കസുറ ലഗ്തു വർതഫഅത്തിൽ അസ്വാതു, എന്ന് മാത്രമല്ല ഈ ചർച്ചയിൽ ഒരു ശബ്ദ കോലാഹലം തന്നെ ഉണ്ടായി, എന്ന് മാത്രമല്ല വാഗ്വാദങ്ങൾ വരെ നടന്നു എന്നർത്ഥം. ഫഖാല ഉമർ ലി അബീ ബക്കർ, അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉബ്സുത് യദക. സിദ്ദീഖ് എന്നവരോട് പറയാണ്, അബൂബക്കറെ ആ കൈ ഒന്നും ഇങ്ങോട്ട് നീട്ടു, ഒന്ന് വിരിച്ചു തരൂ, ഒന്ന് കാണിച്ചു തരൂ. ഫബസത യദഹു, അപ്പോൾ സിദ്ദീഖ് എന്നവർ കൈ നീട്ടിക്കൊടുത്തു. ഫബായഅഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കൈ പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തു ഖലീഫയായിട്ട്. സുമ്മ ബായഅഹുൽ മുഹാജിറൂന, പിന്നീട് മുഹാജിറുകൾ ബൈഅത്ത് ചെയ്തു. സുമ്മൽ അൻസാർ, പിന്നീട് അൻസാർ ബൈഅത്ത് ചെയ്തു. സുമ്മ കാനത്ത് ബൈഅത്തുൽ ആമ മിനൽ ഖദർ, പിന്നീട് പൊതു ബൈഅത്ത് വീണ്ടും ഉണ്ടാവുകയുണ്ടായി. ഇങ്ങനെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അവർ ബൈഅത്ത് ചെയ്യുന്നത്, ഖലീഫയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. وتخلف عن بيعته علي بن أبي طالب رضي الله عنه وبنو هاشم والزبير بن العوام وخالد بن سعيد بن العاص وسعد بن عباد الأنصار رضي الله عنهم. ഇവര് ഈ ബൈഅത്തിൽ നിന്ന് ഒരൽപ്പം പിന്തിരിഞ്ഞു, അപ്പോൾ ബൈഅത്ത് ചെയ്തില്ല എന്നർത്ഥം. സുമ്മ ബായഅഹു, പിന്നെ അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്തു ഇവരൊക്കെ. ബഅദൽ മൗതി ഫാത്തിമത ബിൻതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ബഅദ മൗതി ഫാത്തിമത ബിൻതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം. ഇല്ല സഅദ് ഇബ്നു ഉബാദ ഫഇന്നഹു ലം യുബായി അഹദൻ ഇലാ അൻ മാത. ഈ വാക്കിന്റെ അർത്ഥം, ഈ ഒരു ചെറിയൊരു സെന്റൻസിന്റെ അർത്ഥം ഞാൻ മനഃപൂർവ്വം വിട്ടുകളയുകയാണ് എന്ന് കേൾവിക്കാരെ അറിയിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ക്ലാസ്സിൽ ഇത് കേൾക്കുന്നവർ എല്ലാവരും ചരിത്രം അറിയുന്നവരും വിവരമുള്ളവരും ആയിക്കൊള്ളണമെന്നില്ല. സാധാരണ ജനങ്ങള്, അതുപോലെ തന്നെ സ്ത്രീകളടക്കം കേൾക്കുന്ന ഒരു ക്ലാസ് റൂമാണ് നമ്മുടെ ക്ലാസ്. അപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഫാത്ത് സംഭവിച്ച സമയത്ത് പുതിയതായി ഒരു ഖലീഫയെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ സ്വഹാബത്തിനിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും വാഗ്വാദങ്ങളും തർക്കങ്ങളും വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. അപ്പോൾ അതിന്റെ എല്ലാ ഭാഗങ്ങളും വിശദമായി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ആഴിയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് എല്ലാ വശങ്ങളെയും വിശദീകരിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ വ്യക്തമായ ചിത്രം കിട്ടുകയുള്ളൂ. അതല്ല എങ്കിൽ ചിലപ്പോൾ അത് സാധാരണക്കാർക്കിടയിൽ ഒരു ഇഷ്കാറുണ്ടാക്കുവാൻ കാരണമായി തീരും. നമ്മുടെ ഉദ്ദേശം അതല്ല. നമ്മുടെ ഉദ്ദേശം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹ് പറയുക അദ്ദേഹത്തിന്റെ വഫാത്ത് മാസത്തിൽ. അതുകൊണ്ട്
ബറക്കത്തെടുക്കുക, അവരെ തവസ്സുലാക്കുക. ഈ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കിതാബ് വായിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. ആയതുകൊണ്ട് അതിന്റെ വിശദ ഭാഗത്തിലേക്ക് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരെ ഇഷ്കാലാക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ സെന്റൻസ് അർത്ഥം ഞാൻ വിട്ടുകളഞ്ഞത് എന്ന് മനഃപൂർവ്വം അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലവരായിരിക്കുന്ന ആളുകളൊക്കെ പിൻപറ്റുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ഏതായിരുന്നാലും സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പ്രഗൽഭനായ സ്വഹാബിയാണ്. പ്രവാചകന്റെ സാമീപ്യം കരസ്ഥമാക്കിയ ഒരാളാണ് എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ടവർ അസ്ഹാബുൽ ബദറിൽപ്പെട്ട ബദറിൽ പങ്കെടുത്തൊരു സ്വഹാബി കൂടിയാണ് എന്നുള്ള ഒരു സത്യം നാം എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുകൂടി സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ്. വകാലത്ത് ബൈഅത്തുഹും ബഅദ 6 അശ്ഹുരിൻ മിൻ മൗതി ഫാത്തിമത അല സഹീഹ്. ഇവിടെ പറഞ്ഞല്ലോ, മറ്റുള്ള ആളുകളൊക്കെ പിന്നീട് ബൈഅത്ത് ചെയ്ത്, ഈ പറഞ്ഞ ആളുകൾ, നേരത്തെ മേലെ പറഞ്ഞ കുറച്ച് ആളുകൾ, ഇവർ ബൈഅത്ത് ചെയ്തത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന്റെ 6 മാസങ്ങൾക്ക് ശേഷമാണ് എന്നാണ് അല സഹീഹി സഹിയായിരിക്കുന്ന അഭിപ്രായം എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. വലമ്മ വലിയ ഖതബൻ നാസ ഫഹമിദല്ലാഹ വഅത്ന അലൈഹി. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തതിനു ശേഷം ഒരു പ്രസംഗം നടത്തി. അള്ളാഹുവിനെ സ്തുതിച്ചു, അള്ളാഹുവിനെ പുകഴ്ത്തി, അള്ളാഹുവിന് സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് സുമ്മഖാൽ പറഞ്ഞു, അമ്മാ ബഅദ് അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഖദ് വലീതു അംറക്കും വലസ്തു ബിഖൈരിൻ മിൻകും. ഏ ജനങ്ങളെ, ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. സത്യത്തിൽ ഞാൻ നിങ്ങളെക്കാൾ ഖൈറായവനല്ല. വഇന്ന അഖ്വാകും ഇൻദി അൽളഈഫ് ഹത്താ ആഖുലുഹു ബിഹഖ്ഹി. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ ഭരണം ഏറ്റെടുത്ത അവസ്ഥക്ക് തീർച്ചയായിട്ടും നിങ്ങളിലെ ഏറ്റവും ശക്തൻ എന്റെ അടുക്കൽ ബലഹീനനായിരിക്കും. അവന്റെ അവകാശം അവനിക്ക് ഞാൻ പിടിച്ചു വാങ്ങിക്കൊടുക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ നിന്ന് എത്ര ശക്തനാണെങ്കിലും ശരി, എത്ര വലിയവനാണെങ്കിലും ശരി, മറ്റുള്ളവന്റെ അവകാശം അവിഹിതമായി കവർന്നെടുത്താൽ ഞാൻ നിങ്ങളിൽ നിന്ന്, ഈ ശക്തനിൽ നിന്ന് അത് നിർബന്ധപൂർവം പിടിച്ചു വാങ്ങി ആ അവകാശിക്ക് നൽകുക തന്നെ ചെയ്യും എന്നാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാ പറയുന്നത്. മറിച്ചും വഇന്ന അൽഅഫകും ഇൻദി അൽ ഖവിയ്യു ഹത്താ ആഖുൽ ഹഖ മിൻഹു. നിങ്ങളിൽ നിന്ന് ഏറ്റവും ബലഹീനനായവൻ എന്റെ അടുക്കൽ ശക്തനായിരിക്കും, അവന്റെ അവകാശം ഞാൻ പിടിച്ചു കൊടുക്കുന്നവരെ. അപ്പോൾ ഇവിടെ ബലഹീൻ എന്നോ അതല്ലെങ്കിൽ ശക്തൻ എന്നോ ഉള്ള വേർതിരിവില്ലാതെ മറ്റൊരാളുടെ അവകാശം അനധികൃതമായി കവർന്നെടുത്താൽ ഞാൻ സകല ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അത് പിടിച്ചു വാങ്ങിയിട്ട് അർഹർക്ക് നൽകുക തന്നെ ചെയ്യും. ആ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും ഞാൻ തയ്യാറല്ല എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പ്രഭാഷണത്തിൽ ജനങ്ങളെ സംബോധനം ചെയ്തുകൊണ്ട് പറയുകയുണ്ട്. അയ്യുഹന്നാസ്, വീണ്ടും ബഹുമാനപ്പെട്ടവർ തന്റെ പ്രഭാഷണം, തന്റെ പ്രമേയ പ്രഭാഷണം തുടരുന്നു. അയ്യുഹന്നാസ്, ഈ ജനങ്ങളെ, ഇന്നമാ അന മുത്തബിഉൻ വലസ്തു ബിമുബ്തദിഇൻ. ഞാൻ ഒരു പിന്തുടർന്ന ആളാണ്, ഞാനൊരു മുബ്തദിഅല്ല. ഫഇൻ അഹസൻതു ഫഅഈനൂനി. ആയതുകൊണ്ട് ഞാൻ വല്ല നല്ല കാര്യവും ചെയ്താൽ, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നല്ലതാണ് എങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ അംഗീകരിച്ച, ഇസ്ലാമിന് യോജിച്ച, ദീനിന് യോജിച്ച സത്യസന്ധമായ സൽപ്രവർത്തനങ്ങളാണ് എന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എങ്കിൽ ഫഅഈനൂനി, നിങ്ങൾ എന്നെ സഹായിക്കണം. ആ വിഷയത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കണം. മറിച്ചായാലോ വഇൻ സഗതു, ഇനി അതല്ല, ഞാനെങ്ങാനും സത്യത്തിൽ നിന്ന്
വ്യതിചലിക്കുകയാണ് എങ്കിൽ ഫഖവ്വിമൂനി, നിങ്ങൾ എന്നെ ശരിപ്പെടുത്തുക തന്നെ വേണം എന്ന് ഉറച്ച ശബ്ദത്തിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ ജനസമൂഹത്തെ സംബോധനം ചെയ്തുകൊണ്ട് പ്രമേയ പ്രഭാഷണം നടത്തുകയുണ്ടായി. ഒരു നേതാവായി കഴിഞ്ഞാൽ ആ നേതാവ് എത്രമാത്രം ലാളിത്യത്തോടെ, എന്നാൽ അവകാശങ്ങൾ വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള ഗൗരവത്തോടുകൂടിയും തന്നെയാണ് സംസാരിക്കേണ്ടത് എന്നാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതിലൂടെ നമുക്ക് നൽകുന്ന പാഠം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഭരണം ഏറ്റെടുത്തപ്പോൾ ഇത് തന്നെയാണല്ലോ പറഞ്ഞത്. ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോൾ ബഹുമാനപ്പെട്ടവർ ആ സഹാബ സംഘത്തെ അഥവാ അവിടെ ഹാജരായവരെ മുഴുവനും തന്നെ സംബോധനം ചെയ്തുകൊണ്ട് ചോദിച്ചു, അല്ല, അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്നും അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാർഗത്തിൽ നിന്നും ഒരു അണു അളവ് ഞാൻ വ്യതിചലിച്ചാൽ, എന്റെ ഭരണം അതിൽ നിന്നും വ്യതിചലിച്ചാൽ നിങ്ങൾ എന്നെ എങ്ങനെ സമീപിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആ സദസ്സിൽ നിന്ന് കേട്ട പ്രതികരണം ലഉഖവ്വിമന്ന ബിഹദ്ദി സിയൂഫിന എന്ന. ലഉഖവ്വിമന്ന ബിഹദ്ദി സിയൂഫിന, തീർച്ചയായിട്ടും ഉമറേ, ഞങ്ങളുടെ വാളുകളുടെ മൂർച്ച കൊണ്ട് ആ വളവ് ശരിപ്പെടുത്തും എന്നായിരുന്നു ആ സദസ്സിൽ നിന്ന് കേട്ട പ്രതികരണം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പ്രതികരണം കേട്ടപ്പോൾ സന്തോഷിച്ചുകൊണ്ട് അവർക്ക് അഭിവാദ്യമർപ്പിക്കുകയാണ് ചെയ്തത്. ഒരു ഭരണാധികാരിയുടെ പ്രവർത്തനം, ഒരു ഭരണാധികാരിയുടെ ഒരു പ്രഭാഷണം, ഒരു വാക്ക്, അവരുടെ സ്വഭാവം ഇതായിരിക്കണം, അവരുടെ സമീപനം ഇങ്ങനെയായിരിക്കണം. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഒക്കെ നമുക്ക് നൽകുന്ന പാഠം ഇതാണ് എന്നർത്ഥം. എത്ര വലിയ ഉന്നതമായ സ്ഥാനത്തായിട്ടും ആരാ ഉമർ? ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോഴത്തേക്കും വറക്കും. ശൈത്താൻ വരെ ഒരു ഭാഗത്തുകൂടെ ഉമർ റളിയല്ലാഹു അൻഹു പോകുമ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നതല്ലേ. ഇങ്ങനെയുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുഖത്തേക്ക് തുറച്ചു നോക്കിക്കൊണ്ടാണ് ആ സദസ്സ് പറഞ്ഞത്, ഞങ്ങളുടെ വാളിന്റെ മൂർച്ച കൊണ്ട് ഉമറെ നിന്നെ ഞങ്ങൾ ശരിപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനെയുള്ള പ്രഗത്ഭരായിരിക്കുന്ന ആളുകൾ, ധീരശാലികളായിരിക്കുന്ന ധീരശൂരരായിരിക്കുന്ന ആളുകൾ എന്റെ പ്രജകളിൽ ഉള്ള കാലത്തോളം ഈ ഉമറിന് ഭയമില്ല എന്ന് പറഞ്ഞത്. അങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർക്ക് അവർക്ക് മറുപടിയായിക്കൊണ്ട് പ്രവചിച്ചത് പറഞ്ഞതെന്നർത്ഥം. അല്ല, അവർക്കൊരു ആ പറഞ്ഞ വാക്കിനക്ക് അവർക്കൊരു അഭിനന്ദനം. ഇങ്ങനെ അമർന്നവർ അഭിനന്ദിച്ചത്, അഭിനന്ദനം നൽകിയത് ഇങ്ങനെയായിരിക്കണം. പ്രിയമുള്ളവര്, ഇവരിൽ നിന്നാണ് നമുക്ക് മാതൃക, ഇവരാണ് നമ്മുടെ മാതൃക, നേതാക്കന്മാർക്ക് മാതൃക. ഇതായിരുന്നാലും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഒക്കെ സഞ്ചരിച്ചതായ പാതയുടെ നടക്കുവാനും നയിക്കുവാനും നമുക്കും നമ്മുടെ നേതാക്കന്മാർക്കുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. നമ്മുടെ സമയം അരമണിക്കൂറാണ്. അൽഹംദുലില്ലാഹ്. ഇന്ന് ഇൻഷാ അല്ലാഹ് ഇവിടെ നിർത്തുകയാണ്. ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വായിക്കാം. ഇന്ന് പറഞ്ഞതിന്റെ ചുരുക്കം, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായ കാരണത്തെ സംബന്ധിച്ചു, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ സമയത്ത് ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിനുശേഷം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എല്ലാവരും കൂടി ബൈഅത്ത് ചെയ്തതുമായ, അതിന്റെ ശേഷം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗവും ഇതൊക്കെയാണ് ഇന്ന് നാം വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് നാളെ 10 മണിക്ക് പ്രത്യേകമായ ലൈവ് പരിപാടികളിൽ നിന്നും ഇല്ല എങ്കിൽ വായിക്കാം. എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും എല്ലാം ഒരു സ്വാലിഹായ അമലായി നമ്മൾ കബൂൽ ചെയ്യട്ടെ.
ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടൊപ്പം നമ്മയും അല്ലാഹു തആല സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ദീനിന്റെ സദസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ.